2022 ജൂലൈയിലെ അവസാനത്തെ ആഴ്ചയിലെ പത്രങ്ങളിൽ വരുന്ന ആനുകാലിക സംഭവങ്ങൾ എന്ന ഡയറക്ഷൻ നീ ലേണിംഗിന്റെ പേപ്പർ കട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജൂലൈ 25 മുതൽ 31 വരെയുള്ള പ്രധാനപ്പെട്ട നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ എന്തെല്ലാം എന്ന് പരിശോധിക്കാം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി. ഇന്ത്യയുടെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവാണ്. ജാവലിൻ ത്രോയിൽ ഒളിമ്പിക്സിൽ സ്വർണവും ലോക അത്ലറ്റിക്സിൽ വെള്ളിയും നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. നമുക്കറിയാം, അമേരിക്കയിലെ യൂജിനിലാണ് 2022 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ താരം മാത്രമാണ് നീരജ് ചോപ്ര. ആദ്യ താരം മലയാളിയായ അഞ്ജു ബോബി ജോർജ് ആണ്. ലോകമേറ്റിൽ മെഡൽ നേടിയ ആദ്യ താരം. 2003 പാരീസിൽ ലോങ് ജമ്പിലാണ് അഞ്ജു ബോബി ജോർജ് വെങ്കല മെഡൽ നേടിയിട്ടുള്ളത്. നീരജ് ചോപ്ര യൂജിനിൽ ജാവലിൻ ത്രോയിലാണ് വെള്ളി മെഡൽ നേടിയിട്ടുള്ളത്. 88.13 മീറ്റർ ദൂരത്തേക്കാണ് ജാവലിൻ എറിഞ്ഞാണ് അദ്ദേഹം ഈ മെഡൽ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ജാവലിനിൽ തന്നെ സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തി കൂടെയാണ് നീരജ് ചോപ്ര എന്ന് ഓർത്തു വെക്കുക. മറ്റൊന്ന്, ചൈനയുടെ ബഹിരാകാശ നിലയമാണ് ടിയാങ് ഗോങ് എന്ന് പറയും. ടിയാങ് ഗോങ് ബഹിരാകാശ അതിലേക്ക് ആവശ്യമായ ആദ്യ ലബോറട്ടറി ചൈന വിജയകരമായി വിക്ഷേപിച്ചു എന്നുള്ളതാണ്. ചൈന സ്വന്തമായി നിർമ്മിക്കുന്ന ബഹിരാകാശ നിലയമാണ് ടിയാങ് ഗോങ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തിന്റെ 15ാമത്തെ രാഷ്ട്രപതിയായിട്ട് ദ്രൗപദി മുർമു 2022 ജൂലൈ 25 സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളതാണ്. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ഗോത്രവർഗക്കാരിയാണെന്നും ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിതയാണെന്നും നമ്മൾ മുൻ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ മുൻ എപ്പിസോഡിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒഡീഷയിൽ നിന്നൊരു ദ്രൗപദി മുർമു ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയായി ചുമതലയേറ്റു. കേരള സാഹിത്യ അക്കാദമി നൽകപ്പെടുന്ന 2021 സാഹിത്യ പുരസ്കാരങ്ങളിൽ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം വൈശാഖനും KP ശങ്കരനും സമ്മാനിക്കും. 50,000 രൂപയും 2 പവന്റെ പതക്കവുമാണ് സമ്മാനം എന്ന് ഓർത്തു വെക്കുക. 2021 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചുള്ളത് എഴുത്തുകാരനായ വൈശാഖനും KP ശങ്കരനുമാണെന്ന് ഓർത്തു വെക്കുക. അതേപോലെ 2 വർഷം കൂടുമ്പോൾ നൽകുന്ന വിലാസിനി അവാർഡ് ഇത്തവണ ലഭിച്ചിട്ടുള്ളത് EV രാമകൃഷ്ണന് ആണ്. 50,000 രൂപയാണ് ഇതിന്റെ തുക. PV രാമകൃഷ്ണനാണ് ഇത്തവണത്തെ വിലാസിനി അവാർഡ് എന്നും കൂടെ ഓർത്തു വെക്കുക. അതായത് 2021 ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. ഈ INS വിക്രാന്ത് നിർമ്മിച്ചത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ്. ഈ INS വിക്രാന്ത് രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. അത് കൊച്ചിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് രാജ്യത്തിന് സമർപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത്. കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ ആരംഭിച്ചു. ഇത്തവണത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ പ്രത്യേകത ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ടീമും കോമൺവെൽത്ത് ഗെയിംസിൽ ഇറങ്ങുന്നു എന്നുള്ളതാണ്. 92 വർഷത്തെ ഈ കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വനിതാ ക്രിക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വനിതാ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും പങ്കെടുക്കുന്നുണ്ട്. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം ആണെന്ന് കൂടെ ഓർത്തു വെക്കും. 1930 ഈ കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയത്. മുമ്പ് ബ്രിട്ടന്റെ കോളനി ആയിരുന്ന രാജ്യങ്ങളാണ് കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നത്. നിലവിൽ 72ഓളം രാജ്യങ്ങൾ ഈ ഗെയിംസിൽ പങ്കെടുക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ലോക ചെസ് ഒളിമ്പ്യാഡിന് ചെന്നൈ വേദിയാവുന്നു. ലോക ചെസ് ഒളിമ്പ്യാഡ് 2022
ജൂലൈ 28 തുടക്കം കുറിച്ചു. ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി എന്ന് പറയുന്നത് ചെന്നൈ ആണെന്ന് ഓർത്തു വെക്കുക. 44-ാം ലോക ചെസ് ഒളിമ്പ്യാഡാണ് നടക്കുന്നത്. മഹാബലിപുരത്ത്, ചെന്നൈക്കടുത്തുള്ള മഹാബലിപുരമാണ് ഇതിന്റെ പ്രധാന വേദി. അപ്പൊ ലോക ചെസ് ഒളിമ്പ്യാഡിന് വേദിയാവുന്നത് 2022 ഇന്ത്യയാണ്. ചെന്നൈക്കടുത്തുള്ള മഹാബലിപുരമാണ് പ്രധാന വേദി. ജൂലൈ 29 ലോക കടുവാ ദിനമാണ്. നമുക്കറിയാം കേരളത്തിലെ ഏക അല്ലെങ്കിൽ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് ഏത്? പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് ജിം കോർബറ്റ് എന്ന് പറയുന്നത്. ലോക കടുവാ സംരക്ഷണ ദിനമായി ഒബ്സർവ് ചെയ്യുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ജൂലൈ 29 ആണ്. ലോക കടുവാ സംരക്ഷണ ദിനം, അന്താരാഷ്ട്ര കടുവാ സംരക്ഷണ ദിനം എന്നാണ് ജൂലൈ 29 ആണ്. 2022 പ്രഖ്യാപിച്ച ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ടെസി തോമസിന് ലഭിച്ചു. 2022 ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ആർക്കാണ്? ടെസി തോമസിന് ആണ്. 1 ലക്ഷം രൂപയാണ് അവാർഡ് തുക എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളിയൻ എക്സ്ചേഞ്ച്, അതായത് സ്വർണം വെള്ളി വ്യാപാരത്തിനുള്ള രാജ്യത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര ബുള്ളിയൻ എക്സ്ചേഞ്ച് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളിയൻ എക്സ്ചേഞ്ച് ആണ് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചു ബർമിംഗ്ഹാമിൽ എന്ന് നമ്മൾ കണ്ടു. 22ാം കോമൺവെൽത്ത് ഗെയിംസിലെ ആദ്യ സ്വർണം ഇംഗ്ലണ്ടിനെ അലക്സിയാണ് നേടിയത്. പുരുഷന്മാരുടെ ട്രയാത്തണലിലാണ് ഈ പറയുന്ന ഇംഗ്ലീഷ് താരം സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യ മെഡൽ എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തെ മെഡൽ ബർമിംഗ്ഹാമിൽ വനിതകളുടെ 40 കിലോ ഭാരോദ്വഹനത്തിൽ വെയിറ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യയുടെ മീരാബായി ചാനുവാണ് ഗെയിംസിൽ ആദ്യ സ്വർണം ഇന്ത്യക്ക് വേണ്ടി നേടിയത്. കായംകുളത്തെ മെഗാവാട്ട് സൗരോർജ വൈദ്യുത നിലയം നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഇതേപോലെ തന്നെ തെലങ്കാനയിലെ രാമകുണ്ടത്തെയും പദ്ധതിയും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുകയുണ്ടായി. അപ്പൊ കായംകുളം താപവൈദ്യുത നിലയം രാജ്യത്തിന് സമർപ്പിച്ചിട്ടുണ്ട് മുമ്പും. അതിൻ്റെ സൗരോർജ വൈദ്യുത നിലയമാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത് എന്ന് ഓർത്തു വെക്കുക. അത് രാജ്യത്തിന് സമർപ്പിച്ചു. 92 മെഗാവാട്ട് സൗരോർജ പദ്ധതിയാണ് രാജ്യത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ആഫ്രിക്കയ്ക്ക് പുറത്ത് വാനരവസൂരി ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്തത് ബ്രസീലിൽ ആണ്. ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് ബ്രസീലിൽ ആണ്. ജൂലൈ മാസത്തെ പത്രങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്.